സാന്റാറൻ കണ്ടിട്ടുണ്ടോ? ഇന്നാണ് ഇവിടുത്തെ സാന്റാറൻ. ലെറ്റ്സ് ഗോ. അപ്പോൾ ദേ നമ്മുടെ സാന്താക്ലോസസ് ഒക്കെ റൺ ചെയ്ത് വരുന്നുണ്ട്. പേര് പോലെ തന്നെ സാന്താ റൺ. ഇത് ക്രിസ്മസ് സ്പിരിറ്റിനെ സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു ഇവൻ്റ് ആണ്. അതുപോലെ തന്നെ ഇതൊരു ഫണ്ട് റേസിംഗ് പ്രോഗ്രാമും കൂടിയാണ്. രജിസ്ട്രേഷൻ ഉണ്ട്. ഈ പ്രോഗ്രാമിന് മുന്നേ രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്കാണ് ഇങ്ങനത്തെ കോസ്റ്റ്യൂംസും ഒക്കെ കിട്ടുന്നത്. അവരാണ് ഈ സാന്താ റൺ ഈ ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. 2013 ഇവിടെ സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിലെ കുംസ്റ്റ ഗാർഡനിൽ ഈ സാന്താ റൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വർഷം 1500-ലധികം സാന്താസാണ് ഈ സാന്താ റൺ ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. രജിസ്ട്രേഷൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ഈ കോസ്റ്റ്യൂംസും ബാഗും ഒക്കെ കിട്ടും. പിന്നെ സാന്താ റൺ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ ഒരു മെഡൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ആക്ച്വലി സാന്താ റൺ എന്ന് പറയുമ്പോൾ ഇതൊരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റിൽ റൺ ചെയ്യേണ്ട ഒരു ഇവൻ്റ് അല്ല. ഭയങ്കര ഫണ്ണായിട്ട് ഭയങ്കര വാക്കോ ഡാൻസോ റണ്ണോ ഒക്കെ ചെയ്ത് ഭയങ്കര കളർഫുള്ളായിട്ടുള്ളൊരു ഇവൻ്റാണ്. ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഈ ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. കൊച്ചു കുട്ടികൾ മുതൽ കുറച്ച് ഏജ്ഡായ ആൾക്കാർക്ക് വരെ ഈ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നമ്മൾ ഈ സ്ട്രോളറൊക്കെ വെച്ചിട്ട് കുറേ പാരൻസ് കുഞ്ഞു കുട്ടികളായിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു മാക്സിമം ഒരു 3-4 കിലോമീറ്റേഴ്സാണ് ഇവർ റൺ ചെയ്യണത്. സെൻട്രൽ സ്റ്റോക്ക്ഹോമിൽ ഇവർ റൺ ചെയ്യണത്. 1500-ലധികം സാന്റാസ് എന്ന് പറയുമ്പോൾ കുംസ്റ്റ ഗാർഡൻ മുഴുവൻ ഈ ഫുള്ളി സാന്റാസ് ആയിരുന്നു. ഭയങ്കര കളർഫുള്ളായിട്ടുള്ളൊരു ഇവൻ്റാണിത്. ഈ കുഞ്ഞു കുഞ്ഞു സാന്റാസ് മുതൽ ഈ ഏജ്ഡായ കുറേ ആൾക്കാർക്ക് അവർക്ക് നടക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു സ്പിരിറ്റ് കാരണം ഈ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നടക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു. പിന്നെ ഇവരുടെ ഈ പെറ്റ്സിനെ കുഞ്ഞിതൊക്കെ ആയിട്ട് ഇങ്ങനെ സാന്റാസിൻ്റെ പോലെയൊക്കെ ആക്കിയിട്ട് നോക്കി ആ ഒരു ഡോഗിന് ചെറിയൊരു ക്യാപ്പൊക്കെ വെച്ച് കൊടുത്ത് ഇങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു അവിടെ. അതൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. നമ്മൾ ഈ സാന്റാ റണ്ണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ കാണാൻ വന്നതാണ്. അപ്പം ചെറുതായിട്ടൊന്ന് ലേറ്റായ കാരണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ ഈ ഒരു 2-3 കിലോമീറ്റേഴ്സ് ഉണ്ടല്ലോ അതൊക്കെ കറങ്ങി ഫിനിഷിംഗ് പോയിന്റിൽ വരുമ്പോഴായിരുന്നു നമ്മളിവിടെ എത്തിയത്. അപ്പോൾ ആ സ്റ്റാർട്ടിങ് നമുക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ പണ്ടത്തെ ഒരു വീഡിയോയിൽ സ്റ്റാർട്ടിങ്ങുള്ള വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ദേ ഈ ഫിനിഷിംഗ് പോയിന്റിലുള്ള ഈ മെഡൽ ഡിസ്ട്രിബ്യൂഷനാണിത്. അപ്പോൾ ഈ ഓൾഡായ അമ്മമ്മമാരൊക്കെ നോക്കി എന്തൊരു സ്മാർട്ടായിട്ടാണ് ഈ മെഡലൊക്കെ ഇട്ട് ഒരു സ്പിരിറ്റിൽ നിൽക്കുന്നത്. ഇവർ കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. ഇവർ സാന്റാസ് ആണോ അറിയില്ല. ഇവിടെ വന്നവർക്കൊക്കെ ഈ യൂൽ മുസ്തും ക്രിസ്മസിൻ്റെ കുക്കീസൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ചു. പിന്നെ അവിടെ നിന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് പിക്സൊക്കെ എടുത്തു. ആ ബാക്ക്ഗ്രൗണ്ടിൽ എടുക്കുന്ന പിക്സൊക്കെ അടിപൊളിയാണ്.